ഏയ് ഒന്നുമില്ല, ആകെ ഒരു മരവിപ്പ്. എന്തിന്? നിധി, നീ തന്നെ ഓർത്തു നോക്കിയേ. പണ്ട് നമ്മൾ ഈശ്വരമംഗലം വീട് വിട്ട് ഇറങ്ങി വന്നപ്പോൾ പോലും ഇതുപോലെ ജീവിതം സ്റ്റക്കായി നിന്നിട്ടില്ല. നിനക്കാണേൽ അന്ന് വേഗം ഒരു ജോലിയും ശരിയായി. എനിക്കും പുതിയ ബിസിനസ് തുടങ്ങാനുള്ള വഴികൾ തുറന്നു കിട്ടി. ഇതിപ്പോൾ അങ്ങനെയല്ലല്ലോ, എവിടെയോ ചെന്ന് ഇടിച്ചു നിന്ന അവസ്ഥ. നിഖിലിന് കിട്ടുന്ന തുച്ഛമായ ശമ്പളമാണ് ഇപ്പോൾ എടുത്ത് ചെലവാക്കുന്നത്. സത്യം പറഞ്ഞാൽ അതൊരു ഗതികെട്ട അവസ്ഥയല്ലേ നിധി? ജോലിയാണെങ്കിൽ ഒന്നും ശരിയാവുന്നുമില്ല. ഞാനൊരു കാര്യം പറയട്ടെ ഗൗതം. എന്താ? എന്താവശ്യം വന്നാലും വിളിക്കണമെന്നാ എന്റെ സ്കൂളിലെ പ്രിൻസിപ്പൾ പറഞ്ഞിട്ടുള്ളത്. ഞാൻ മാഡത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എനിക്കൊരു ജോലിയായ ഗൗതമിന് സമാധാനമായിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സെറ്റാക്കാലോ. അതിന് പിന്നെ കുറച്ച് സമയം എടുത്താലും കുഴപ്പമില്ല. അത് വേണ്ട നിധി, എൻ്റെ കോംപ്ലക്സ് ആണെന്ന് കരുതിയാൽ മതി. എനിക്ക് കൃത്യമായ ഒരു വരുമാനം ഉള്ളപ്പോൾ നീ ഒരു ജോലിക്ക് പോയാലും എനിക്കത് ഫീൽ ചെയ്യില്ല. പക്ഷേ ജോലിയും കൂലിയില്ലാതെ ഞാൻ നിന്നിട്ട് നിന്റെ ശമ്പളം കൊണ്ട് ജീവിക്കേണ്ടി വരുന്നത് ചിലപ്പോൾ എന്നെ വിഷമിപ്പിക്കും. ഗൗതമിനൊരു ബിസിനസ് റെഡിയാവുന്നത് വരെ മതി, അപ്പോഴേക്കും ഞാൻ നിർത്തിക്കോളാം. ഇനി ബിസിനസ് ഒന്നും നോക്കുന്നില്ല ഞാൻ. കിട്ടുന്ന എന്ത് പണിയാണെങ്കിലും, അതിനി ഒരു ഓഫീസിലെ സെക്യൂരിറ്റി പണിയാണെങ്കിൽ പോലും അത് ഞാൻ ഏറ്റെടുക്കും. എനിക്ക് എൻ്റെതായ ഒരു വരുമാനം ഉണ്ടാക്കിയെടുത്തേ പറ്റൂ. ആന്റി ആ രാജീവ് സാറിനോട് പറഞ്ഞത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല. ഹൈടെക് സിറ്റിയുടെ പ്രൊജക്റ്റുമായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കുമെന്ന് ഗൗതം നമുക്കൊരു സമ്മതപത്രം എഴുതി തരാനുള്ള ഒരു സാധ്യതയില്ല. രാജീവൻ പറഞ്ഞതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഗൗതമില്ല എങ്കിൽ ഈ പ്രോജക്റ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല എന്ന് തന്നെയാ. 50 കോടിയോ 100 കോടിയോ ഒന്നും അല്ല, 500 കോടിയുടെ പ്രോജക്റ്റ്. അതും യാതൊരുവിധ ടെൻഡറും ഇല്ലാതെയാ കിട്ടുന്നത്. ഇത് നഷ്ടപ്പെടുത്തിയാ ഇനി ഒരു 10 വർഷം കഠിനാധ്വാനം ചെയ്താലും ഇപ്പൊ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാനാവില്ല നമുക്ക്. നീ ചെയർമാൻ ആയിട്ടുള്ള ആദ്യ പ്രോജക്റ്റാണ്. അത് ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കുന്ന ഒന്നായിട്ട് മാറണമെങ്കിൽ എംവോക് പ്രോജക്റ്റ് നമുക്ക് കിട്ടിയേ പറ്റൂ. അതിനെ എന്ത് വിട്ടുവീഴ്ചയ്ക്കും നീ തയ്യാറാവണം. വിട്ടുവീഴ്ച ചെയ്യാം. ഞാൻ വേണമെങ്കിൽ പോയി ഗൗതമിന്റെ കാല് പിടിച്ച് അപേക്ഷിക്കാം, ഒന്ന് കൂടെ നിൽക്കണമെന്ന് യാചിക്കാം. പക്ഷെ ഗൗതം വഴങ്ങുന്ന ആന്റിക്ക് തോന്നുന്നുണ്ടോ? എടാ, നീ ഇനി ഗൗതമിന്റെ മുന്നിൽ ചെന്ന് നിന്ന് എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും അവൻ വഴങ്ങില്ല. അതിനാ നിധി അനുവദിക്കില്ല. ഗൗതം കൂടെ നിൽക്കണമെന്നൊന്നും നമുക്ക് നിർബന്ധമില്ല. കൺസൾട്ടന്റായി കൂടെ നിൽക്കാമെന്ന് സമ്മതിച്ചുകൊണ്ടുള്ള അവന്റെ ഒരു പേപ്പർ, അത് മാത്രം മതി. അതിന് മറ്റൊരു വഴിയാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് വഴി? ഗൗതമിനെയും നിധിയെയും ഒരുപോലെ അനുനയിപ്പിച്ചാൽ മാത്രമേ ഗൗതം അത് ഒപ്പിട്ട് തരൂ. അവര് രണ്ടുപേരും അനുസരിക്കണമെങ്കിൽ പറയേണ്ടത് ഒരൊറ്റയാളാ, നിന്റെ അമ്മ. അമ്മ എനിക്ക് വേണ്ടിയിട്ട് ഗൗതമിനോടും നിധിയോടും സംസാരിക്കുമെന്ന് ആന്റിക്ക് തോന്നുന്നുണ്ടോ? ഉള്ളത് പറയാലോ, അമ്മയുടെ മുന്നിൽ ചെന്ന് നിൽക്കാൻ പോലും എനിക്ക് പേടിയാ. എടാ, യാചിക്കണം, കരയണം, കാല് പിടിക്കണം. ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്നും അമ്മ എന്നെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ ആരാ എനിക്കൊരു സഹായത്തിനുള്ളതെന്നും ചോദിക്കണം. അഭിമാനം ഒന്നും നോക്കണ്ടടാ. ഉണ്ടാക്കുന്ന നേട്ടം വളരെ വലുതാ, അത് മറക്കരുത്. ഞാൻ വിളിച്ച അമ്മ ഫോൺ എടുക്കുമെന്നുള്ള കാര്യം പോലും സംശയമാണ്. എടാ, ശ്രമിച്ചു നോക്ക്, അതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ പ്രൊജക്റ്റിൽ ഇങ്ങനെ ഒരു കുരുക്കുരു എന്നുള്ള കാര്യം ഞാൻ തീരെ പ്രതീക്ഷയല്ല. ഞാൻ പ്രതീക്ഷിച്ചതാ. രാജീവ് മാധവൻ പറഞ്ഞ പോയിന്റുകൾ നീ ശ്രദ്ധിച്ചോ? ഈശ്വരമംഗലം എന്നുള്ള പേര് പോലും ഇപ്പൊ ഇല്ല എന്ന്. ആ പേര് മാറ്റി ശിവാനി എന്റർപ്രൈസസ് എന്നാക്കണമെന്ന് നിന്റെ ഭാര്യയ്ക്കായിരുന്നല്ലോ വാശി. ഇപ്പൊ 500 കോടി രൂപയുടെ പ്രോജക്റ്റ് നിനക്ക് കിട്ടാതിരിക്കുന്നതിന്റെ പ്രധാന തടസ്സവും ശിവാനി എന്റർപ്രൈസസ് എന്നുള്ള ഈ പേര് തന്നെയാണ്. ഓരോ കാര്യങ്ങളിലും ഞാൻ വേണ്ട വേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടില്ലേ? വെറുതെ ശിവാനിയുടെ പിടിവാശിക്ക് വഴങ്ങിക്കൊടുക്കരുത്, അത് നിനക്ക് ദോഷം ചെയ്യും.